എത്ര വലിയ നക്ഷത്രമാണ്, മനുഷ്യൻ ഇതിനകം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഈ സൂര്യൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ എന്നത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അല്ല, നമ്മൾ ഭൂമിയിൽ എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് നല്ലൊരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അത് വെറുതെ ഉണ്ടായെന്ന് ആരും പറയൂല. അല്ലെ, വലിയ വെളിച്ചം കണ്ടാൽ, അത്രയും ഉപകാരമുള്ളൊരു സാധനം കണ്ടാൽ അത് വെറുതെ ഉണ്ടെന്ന് ഒരാളും പറയുകയില്ല. പക്ഷേ ഈ സൂര്യനെ കുറിച്ച് എന്നും വളരെ കൃത്യമായി മനുഷ്യന് വേണ്ട രൂപത്തിൽ അത് ഉദിക്കുകയും മനുഷ്യന് വേണ്ട രൂപത്തിൽ ഭൂമിയിൽ അത് സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സൂര്യനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആരാണ് ഇതിനെ ഉദിപ്പിക്കുന്നത്, ആരാണ് ഇതിനെ അസ്തമിപ്പിക്കുന്നത്? കൃത്യസമയത്ത് ഇത് ഉദിക്കുന്നു, കൃത്യസമയത്ത് ഇത് അസ്തമിക്കുന്നു. എങ്ങനെയാണ് ഇതിന് ഇത്ര കൃത്യത ഉണ്ടായത്? ഇതെല്ലാം പ്രകൃതി എന്നാണ് ബുദ്ധിശൂന്യരായ ആളുകൾ പറയുക. എന്നാൽ ഈ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൻ്റെ പിന്നിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, ഉടമപ്പെടുത്തുന്ന, ഇതിൻ്റെ എല്ലാം മുദബ്ബിറായിട്ടുള്ള ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഖുർആൻ, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഥവാ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിച്ചിട്ടുള്ള അറബിയിലുള്ള ഈ കാര്യങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ്, അതിലൂടെ ഉദ്ദേശിക്കുന്ന നാം മനസ്സിലാക്കിയിരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആയത്ത് ഞാൻ പാരായണം ചെയ്യുമ്പോൾ എന്താണ് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്ത് കേട്ടാൽ എൻ്റെ ഖൽബിൽ എന്തു മാറ്റമുണ്ടാകണം, എൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തു മാറ്റമുണ്ടാകണം, എൻ്റെ ജീവിതം ഏതു രൂപത്തിൽ ഞാനത് ചിട്ടയോടുകൂടി മുന്നോട്ട് പോകണം, ഇതാണ് നമ്മൾ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും ഭൗതികമായ പഠനങ്ങൾ പോലെ ഓരോ വാക്കിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ആ രൂപത്തിൽ ഒരു ഭാഷാപരമായ ഒരു സാഹിത്യ രചന കേവലം വായിക്കുന്നത് പോലെ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ പകർത്തേണ്ട ഈ കാര്യം അത് കൃത്യമായി പഠിക്കുന്ന ഒരു രീതി നമുക്ക് വേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ തിങ്ങി നിൽക്കുക. അതിനാണ് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയും ആ രൂപത്തിൽ വായിച്ചുമൊക്കെ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ആ രൂപത്തിൽ വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് തിങ്ങി നിൽക്കും. ധാരാളം കാലങ്ങൾക്ക് ശേഷവും ഈ ആയത്തുകൾ കേൾക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ ഓർമ്മ വരണമെങ്കിൽ നമ്മളിത് എഴുതി പഠിക്കുക എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെയധികം നസീഹത്ത് നൽകിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ എല്ലാ ആളുകളും അങ്ങനെ നമ്മളൊരു ഖുർആൻ ക്ലാസ്സാണിത്, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു ബുക്കും പേനയും ഒക്കെ എടുത്ത് നമ്മൾ പറയുന്ന ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ എഴുതിയെടുത്ത് ആ രൂപത്തിൽ പഠിച്ചു മുന്നോട്ട് പോകാൻ ഇൻഷാ അല്ലാഹ് ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആമുഖമായി തഫ്സീർ ജുസ് അമ്മയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്
ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഏതാനും ചില ശ്രേഷ്ഠതകൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്തരം ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഖുർആൻ പഠിക്കാൻ ഒരുമിച്ച് കൂടുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കതിന് കൂടുതൽ താല്പര്യവും ഇഖ്ലാസോടുകൂടി ഇരിക്കാനും ഒക്കെ സഹായിക്കും. അതിനാണ് ഫദാഇലുൽ അമാൽ, അമലുകളുടെ മഹത്വങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് അതിൻ്റെ ഇഖ്ലാസ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഉദ്ദേശം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒരു പറ്റം സഹാബികളുണ്ട്. ദരിദ്രരായ അഹ്ലുസുഫ എന്നറിയപ്പെടുന്ന സഹാബികൾ, സഹോദരങ്ങളെ അവിടെ ഉണ്ട്. അവരൊരാൾ പറയുകയാണ്, വനഹ്നു ഫി സുഫ, ഞങ്ങളിങ്ങനെ സുഫയിലുണ്ട്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദു കുല്ല യൗമിൻ ഇലാ ബത്ഹാൻ ഔ ഇലാ അതീഖ്, നിങ്ങളിൽ ആരാണ് എല്ലാ ദിവസവും, മദീനയിലെ 2 സ്ഥലങ്ങളാണ്, ഒന്ന് ബത്ഹാൻ, മറ്റൊന്ന് അൽ അഖീഖ്. ഈ 2 സ്ഥലങ്ങളും പേരുകേട്ട ഒട്ടക കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങളിൽ ആരാണ് ഓരോ ദിവസവും നേരത്തെ തന്നെ അവിടേക്ക് പുറപ്പെടുകയും ഫയഅതി മിൻഹു ബിനാഖതൈനി ഖൗമാവൈനി ഫി ഗൈരി ഇസ്മിൻ വലാ ഖതിഅതി റഹിം, എന്നിട്ട് 2 തടിച്ച ഒട്ടകങ്ങളെ യാതൊരു തിന്മയിലൂടെയുമല്ല, ഒരു കുടുംബബന്ധം മുറിച്ചിട്ടോ ഒന്നുമല്ല, ഒരു തിന്മയിലൂടെ നേടിയെടുത്തതല്ല, അന്യായമായി നേടിയെടുത്തതല്ല, ഹലാലായ നിലക്ക് എന്നും രാവിലെ പോയിട്ട് വലിയ തടിച്ചൊട്ടകങ്ങളെ കൊണ്ടുവരാൻ ആർക്കാണ് ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ് നുഹിബ്ബു ദാലിക്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്, അങ്ങനെ നല്ല ഒട്ടകങ്ങൾ ഒരു കുറ്റവും ചെയ്യാതെ നമുക്ക് രാവിലെ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അവർ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദ് ഫയഅലം ഔ യഖ്റ ആയതൈൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, നിങ്ങളിൽ ഒരാൾ എന്നും മസ്ജിദിലേക്ക് നേരത്തെ പുറപ്പെടുകയും അങ്ങനെ ആ മസ്ജിദിൽ നിന്നും 2 ആയത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ 2 വലിയ ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും ശ്രേഷ്ഠത അതിനുണ്ട്. എന്നിട്ട് പറഞ്ഞു, വസലാസുൻ ഖൈറുൽ ലഹു മിൻ സലാസ്, 3 ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നീ 3 ആയത്ത് പഠിച്ചാൽ നിനക്കതിന് മതിയായതാണ്. വ അർബഉൻ ഖൈറുൽ ലഹു മിൻ അർബഅ, നീ 4 ഒട്ടകങ്ങളെ കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്, അത്രയും വലിയ പ്രതിഫലം 4 ആയത്ത് പഠിച്ചാൽ നിനക്ക് ലഭിക്കുന്നതാണ്. വമിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ, നീ എത്ര കണ്ട് ആയത്തുകൾ പഠിക്കുന്നുവോ അത്രയും വലിയ ഒട്ടകങ്ങൾ നിനക്ക് കിട്ടുമെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. ഒട്ടകങ്ങളെന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള വാഹനമാണത്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു വലിയൊരു വാഹനം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, അന്ന് അറബികൾക്ക് ഇഷ്ടപ്പെടാൻ മനസ്സിൽ ഏറ്റവും നല്ലൊരു വാഹനം ആലോചിച്ചാൽ അവർക്ക് ഇന്നത്തെ പോലെ വലിയ വലിയ പേരുകേട്ട കാറുകളില്ല. അന്നുള്ളത് ഇത്തരത്തിൽ ഏറ്റവും മുന്തിയ ഒട്ടകങ്ങളാണ്. ആ മരുഭൂമി അനായാസം കടന്നു നീങ്ങാൻ സാധിക്കുന്നത് അത്തരം ഒട്ടകങ്ങൾക്കാണ്. അപ്പം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെയുള്ള പേരുകേട്ട വാഹനങ്ങൾ നമുക്കറിയാം. ചിന്തിച്ചു നോക്കുക, അത് നമുക്ക് 2 എണ്ണം രാവിലെ കിട്ടുന്നു, 3 എണ്ണം കിട്ടുന്നു, എന്തേ വേണ്ടു? ഖുർആനിൽ ഒരു ആയത്ത് പഠിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അതിൻ്റെ അത്രയും പ്രതിഫലമുണ്ട് എന്നറിയിക്കാൻ അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തി മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. യത്ലൂന കിതാബ് അല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നുണ്ട്. വയതദാറസൂനഹു ബൈനഹും, എന്നിട്ട് അവർ പരസ്പരം പഠിക്കുകയാണ്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ബാക്കിയുള്ളവർ കേൾക്കുന്നു, അങ്ങനെ പഠിക്കുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ പഠിക്കുന്നു. അതാണ് യതദാറസൂനഹു ബൈനഹും എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും അവരുടെ മേൽ ഇറങ്ങുന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയുന്നതാണ്. മലായിക്കത്തുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടായാൽ മറ്റു ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. നമ്മളൊരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം വരെ കാത്തു നിൽക്കുകയാണ് എങ്കിൽ മലക്കുകൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് എന്തുകൊണ്ടും ഖൈറാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മലക്കുകൾ നമ്മുടെ സദസ്സിലുണ്ട് എങ്കിൽ ഇത്തരം സദസ്സുകളിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതിനേക്കാളും വലിയ കാര്യമാണ് വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ വെച്ച് അവൻ്റെ മുഖർരിബീങ്ങളായ മലായിക്കത്തുകളുണ്ട്. ആ മലക്കുകളോട് ഈ ആളുകളെക്കുറിച്ച് പുകഴ്ത്തി പറയും, അവരെ പരാമർശിക്കും.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇതൊക്കെ അവിടുന്ന് പഠിപ്പിക്കുന്നത് നമ്മളതിനു വേണ്ടി മസ്ജിദിലേക്ക് ഒരുമിച്ച് കൂടാനും അങ്ങനെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഹദീസുകൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടത്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ, മനുഷ്യരിൽ ഏറ്റവും നന്മയുള്ള ആളുകൾ, മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതെല്ലാം ഖുർആൻ നമ്മെ പഠിക്കണമെന്നുള്ള കാര്യത്തെ നമ്മൾ കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എളുപ്പമാണ് എന്നുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. 4 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കിയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് സാഹിത്യ ഗ്രന്ഥങ്ങൾ പോലെ വായിച്ചാൽ മനസ്സിലാകാത്ത പ്രയാസങ്ങളില്ല. നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി, ഏത് ഭാഷയിലുള്ളതാകട്ടെ. നമ്മൾ സംസാരിക്കുന്ന മാതൃഭാഷയിലുള്ള ഒരു നോവലോ കൃതിയോ എടുത്തു നോക്കുക, വളരെ സാഹിത്യം കൂടിക്കഴിഞ്ഞാൽ, അതിൻ്റെ മനോഹാരിത അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്കൊന്നും അത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും വലിയ നോബൽ പ്രൈസൊക്കെ കിട്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചാൽ പലർക്കും അതിൻ്റെ ആശയങ്ങളൊന്നും മര്യാദയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതിൻ്റെ എഴുത്തുകളും അതിൻ്റെ രീതികളുമൊക്കെ വലിയ പ്രയാസം കടുകട്ടിയുമുള്ളതായിട്ട് തോന്നും. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. എത്ര സാധാരണക്കാരനായ നിരക്ഷരനായ ആളുകൾക്ക് പോലും അതിൻ്റെ ആയത്തുകൾ ഓതി അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുത്താൽ അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ സാധിക്കും. അത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. അല്ലാഹു തആല പറഞ്ഞത് അതാണ്, വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നാം എളുപ്പമാക്കി. ലിദ്ദിക്ർ, അത് പഠിക്കാനും ഓർക്കാനും ഒക്കെ എളുപ്പമാക്കി. ഫഹൽ മിൻ മുദ്ദക്കിർ, അതോർത്ത് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ ഭാഷയായ അറബി അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. ഖുർആനിൻ്റെ തഫ്സീർ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തിലാവത്ത്, പാരായണം അള്ളാഹു തആല എളുപ്പമാക്കിയിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും അവൻ ചെറിയൊരു പരിശ്രമം നടത്തിയാൽ ഖുർആൻ വളരെ മനോഹരമായി ഓതാൻ അവന് സാധിക്കുന്നുണ്ട്. അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ ഖുർആനിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇത്രയും 114 സൂറത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ മുസ്ഹഫുകൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട്, മസ്ജിദുകളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിലെ പേജുകളിലെ ആയത്തുകൾ പാരായണം ചെയ്യുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി ഇതിൻ്റെ മാർഗനിർദ്ദേശമായിട്ട് നമുക്കൊരു മാനുവലായിട്ട് അല്ലാഹു തആല ഇറക്കി തന്നിട്ടുള്ളതാണിത്. എങ്ങനെ ജീവിക്കണം, ഏതാണ് ശരിയായ വഴി, ഇതാണ് ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന് നമ്മൾ ഖുർആനിൽ പ്രാർത്ഥിക്കുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ. ആ സിറാത്തൽ മുസ്തഖീം ഏതാണ്, ശരിയായ വഴി ഏതാണ്, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, ശരിയായ വഴിയിലൂടെ പോയാൽ നിനക്ക് എന്താണ് നാളെ ലഭിക്കാനുള്ളത്, തെറ്റായ വഴിയിലൂടെ പോയാൽ എത്ര വലിയ അപകടത്തിലേക്കായിരിക്കും നീ ചെന്നെത്തുന്നത്, തെറ്റായ വഴികൾ ഏതൊക്കെയാണ്, ആരാണ് നിന്നെ പിഴപ്പിക്കുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായി മറ്റു സൂറത്തുകളിൽ അല്ലാഹു തആല വിവരിച്ചിരിക്കുന്നു. പക്ഷേ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മളാരും അതിനെക്കുറിച്ച് പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും തെറ്റായ വഴിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശരിയായ വഴിയിൽ സഞ്ചരിക്കാൻ ഉള്ള പഠനമാണ് എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഖുർആനിലെ ഏറ്റവും എളുപ്പമുള്ള ഭാഗമായ ജുസ് ആയ 30-ാമത്തെ ജുസ് ആയ സൂറത്തു അന്നബ എന്ന് തുടങ്ങുന്ന അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന ജുസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സൂറത്ത് അമ്മ യതസാഅലൂൻ എന്ന ആയത്തുള്ള സൂറത്തു നബ എന്നറിയപ്പെടുന്ന സൂറത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. സൂറത്തു നബ സഹോദരങ്ങളെ മക്കിയായ സൂറത്താണ്, അഥവാ മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണ്. അതിൻ്റെ വചനങ്ങൾ 40 വചനങ്ങളുണ്ട്, 40 ആയത്തുകൾ അതിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പം അതിലുള്ള ഓരോ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മളത് പാരായണം ചെയ്ത് അതിലുള്ള വാക്കിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് പിന്നീട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അബ്ദുറഹ്മാൻ നാസിർ സഅദിയെ പോലെ, ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലയെ പോലെ, അതുപോലെ ആധുനികരായ പല മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് നമ്മളതുപോലെ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൂറത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ടാണ് എല്ലാ സൂറത്തും ആരംഭിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇല്ല സൂറത്തു തൗബ. സൂറത്തു തൗബ അല്ലെങ്കിൽ സൂറത്തുൽ ബറാഅ എന്നറിയപ്പെടുന്ന ഒരു സൂറത്തിന് മാത്രമാണ് തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഇല്ലാത്തത്.
നമ്മൾ പല കുറി മനസ്സിലാക്കിയിട്ടുള്ള ആയത്ത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിലാണ് ആരംഭിക്കുന്നത്. ആ റബ്ബ് അർ റഹ്മാനും അർ റഹീമുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായ കാരുണ്യമുള്ളവനാണ്. അവൻ്റെ കാരുണ്യം അവനെ വഴിപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും അവൻ വിശാലമായി ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്നു. അതുപോലെ അവൻ അർ റഹീമാണ്. ആ കാരുണ്യം അത് അടിമകളിലേക്ക് എത്തുന്ന കാരുണ്യമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും ഈ കാരുണ്യം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ നാമത്തിലൊരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് ബറക്കത്തുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തും ബിസ്മില്ലാ എന്ന് പറയുക സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുത്തുകൾ എഴുതുന്ന സമയത്ത്, ദഅവത്ത് നടത്തിക്കൊണ്ട് മറ്റ് രാജാക്കന്മാർക്ക് കത്തെഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാരംഭിച്ചത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഖുർആനിൻ്റെ ഈ ഒരു സുന്നത്ത്, ഈ ചര്യ പിൻപറ്റിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല രചനകൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എളുപ്പമാകുന്നതിന് വേണ്ടിയൊക്കെ ബിസ്മില്ലാ എന്ന് പറയുക സുന്നത്തായ കാര്യമാണ്. ബിസ്മില്ല പ്രത്യേകമായി സുന്നത്തായി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒക്കെ, മസ്ജിദിലേക്ക് പ്രവേശിക്കുന്ന സമയത്തൊക്കെ ബിസ്മില്ല എന്ന ആരംഭത്തിൽ പറയുക എന്നുള്ളത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് ഈ സൂറത്തിൻ്റെ ആയത്തല്ല. മറ്റേതൊരു സൂറത്തിലേതും പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തിൻ്റെ ആയത്തല്ല. ഒന്നാമത്തെ ആയത്ത് സഹോദരങ്ങളെ, ഈ സൂറത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. ഒരു പറ്റം ആയത്തുകൾ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ആദ്യം പറയുക. പിന്നീട് മറ്റൊരു കൂട്ടം ആയത്തുകൾ വിഷയം മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കും. ആ രൂപത്തിലായിരിക്കും ഖുർആനിലെ ആശയങ്ങൾ. ഒരു 4-5 ആയത്തുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറ്റം ആയത്തുകൾ ഒരേ ആശയത്തിലായിരിക്കും ഒരുമിച്ചുണ്ടാവുക. ഒരേ സൂറത്തിൽ തന്നെ 2-3 കാര്യങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിലൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൻ നബയിലെ ആദ്യത്തെ 5 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകളുടെ ചില സംസാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മക്കാ മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി മക്കയിലേക്ക് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദീനിനെ പരിഹസിച്ചുകൊണ്ട് പരസ്പരം ഇങ്ങനെ ചോദിക്കുന്ന രംഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നബയിലെ ഈ ആദ്യത്തെ 5 ആയത്തിൽ പറയുന്നത്. എന്താണ് അള്ളാഹു തആല പറയുന്നത്? അമ്മ യതസാഅലൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അമ്മ യതസാഅലൂൻ. സഹോദരങ്ങളെ, വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അമ്മ എന്ന് പറയുന്ന അറബിയിലെ വാക്ക് 2 ഹർഫുകൾ ഒരുമിച്ച് കൂടിയതാണ്. അൻ എന്ന് പറയുന്ന ഐൻ, അതേപോലെ മ എന്ന് പറയുന്ന 2 വാക്കുകളും ഒരുമിച്ച് ചേർത്തിട്ടാണ് അമ്മ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അൻ പ്ലസ് മ എന്നുള്ളതാണ് അമ്മ എന്ന വാക്ക് പറയുന്നത്. അത് ഒരു ചോദ്യമാണ്. എന്തിനെക്കുറിച്ചാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മ അൻ ഐഷൈൻ, എന്തിനെക്കുറിച്ചാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? യതസാഅലൂൻ, അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. തസാഅല എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക എന്നുള്ളതിനാണ് തസാഅല എന്ന് പറയുന്ന വാക്കിനർത്ഥം. സഅല എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൂറത്തുൽ മആരിജ് ആരംഭിക്കുന്നത് സഅല സായിലും എന്നാണ്. ചോദിക്കുന്നവൻ ചോദിച്ചു എന്നാണ്. സഅല എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതാണ്. തസാഅല എന്ന് പറഞ്ഞ വാക്ക് വന്നു കഴിഞ്ഞാൽ, തഫാഅല വസിനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ഒരാൾ അങ്ങോട്ട് ചോദിക്കുന്നു, അയാൾ ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്നാൽ ഇവർ ഈ ചോദിക്കുന്ന ഈ ചോദ്യം ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമായിരുന്നില്ല, പരിഹാസത്തിൻ്റെ ചോദ്യം. ഇന്നും യുക്തിവാദികളായ ദീനുൽ ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകൾ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വലിയ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അവരും ഇതേ അവസ്ഥയാണ് പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അന്ന് മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു അവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതിനെ അതേപോലെ പിന്തുടരുന്നതാണ് ആധുനികരായിട്ടുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ. ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ അതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളായ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ അത് സ്വീകരിക്കാനല്ല, മറിച്ച് പരിഹസിക്കാൻ, ആളുകൾക്ക് ഇടയിൽ വന്നിട്ട് പരിഹസിക്കാൻ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരിഹാസമാണ്. എങ്ങനെയാണ് ഇനിയൊരു ജീവിതം ഉണ്ടാവുക? ആ രൂപത്തിലുള്ള പരിഹാസങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകൾ അന്ന് പരസ്പരം ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹു തആല പറയുകയാണ് അമ്മ യതസാഅലൂൻ. എന്താണ് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ഏത് കാര്യത്തെക്കുറിച്ചാണ് ആ മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മക്കയിലെ ഖുറൈശികളായ മുശ്രിക്കുകൾ അവരിങ്ങനെ പരസ്പരം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് അവർ കൂടിയിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ, കൂടിയിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ അവരിങ്ങനെ ചോദിക്കും, എന്താണ് ഇയാൾ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ഇതിനൊരു പുനരുത്ഥാനമുണ്ടെന്നോ? ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നോ? എന്താണ് ഈ ഖുർആൻ? അങ്ങനെ ഖുർആനിനെ കുറിച്ചും
പരലോകത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ പരിഹസിച്ചുകൊണ്ട് പരസ്പരം ചോദിക്കുന്ന ആ ചോദ്യത്തെയാണ് അല്ലാഹു തആല പറയുന്നത്. അമ്മ യതസാഅലൂൻ, എന്താണ് ഈ മുശ്രിക്കുകൾ എന്താണ് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുത്തരം അല്ലാഹു തആല നമുക്ക് തന്നെ പറഞ്ഞു തരികയാണ്. അനിൻ നബഇൽ അളീം, അനിൻ നബഇൽ അളീം. അവരുടെ ചോദ്യം എന്തിനെക്കുറിച്ചാണ്? അനിൻ നബഇൽ അളീം. അൻ നബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖബറുൽ അളീം, മഹത്തായ കാര്യത്തിനാണ് നബ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. ഖബർ എന്ന് പറയുന്ന വാക്ക് ഏതൊരു കാര്യത്തിനെക്കുറിച്ചും പറയും. നബ എന്ന് പറയുന്നത് ഭാവിയിൽ വരാനുള്ള മഹത്തായ ഒരു വൃത്താന്തത്തെക്കുറിച്ചാണ് അന്നബ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പരിഹസിച്ച് ചോദിക്കുന്ന ഈ കാര്യം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അനിന്നബ ഇൽ അലീം, അവർ ആ മഹത്തായ വൃത്താന്തത്തെക്കുറിച്ചാണ് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, എന്താണ് അന്നബ ഉൽ അലീം എന്നിവിടെ പറഞ്ഞ മഹത്തായ വൃത്താന്തം ഏതാണ്? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു അത് ഖുർആനാണ്. ഖുർആൻ ഇറങ്ങുന്നതിനെ അവർ പരസ്പരം ചോദിച്ച് വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറഞ്ഞു അത് പുനരുത്ഥാന നാളിനെക്കുറിച്ചാണ്, ബഅസിനെ കുറിച്ചാണ്. മരണശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിങ്ങൾ ജീവിച്ച ഓരോ കാര്യങ്ങളും വിചാരണ ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കും. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അന്നബുൽ അലീം. വേറെ ചിലർ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. ഇനി മക്കയിലെ സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ബോധനം ലഭിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങളോട് അറിയിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന നബിയാണ്. ഇനി പൂർണ്ണമായി വിശ്വസിക്കണം എന്നുള്ള കാര്യം അവർ അതിനാണ് അന്നബുൽ അലീം എന്ന് പറയുന്നത്. ഈ മൂന്ന് ആശയങ്ങളും പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഇഖ്തിലാഫു അത്തനവു ആണ്, പരസ്പരം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എതിരാകാത്ത അഭിപ്രായങ്ങളാണ്. കാരണം ഈ ഖുർആനിൽ ഇത് തന്നെയാണുള്ളത്. ഖുർആനിലുള്ളത് ബഅസിനെ കുറിച്ച് തന്നെയാണ്. ഖുർആനിലുള്ളത് സഹോദരങ്ങളെ പുനരുത്ഥാന നാളിനെ കുറിച്ച് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അവിടുന്ന് ഇനിയൊരു വിചാരണയുണ്ട് എന്നെല്ലാം പറയുന്നതിനെ തന്നെയാണ് അവർ നിഷേധിച്ചത്. അതല്ലാതെ അവർ ഭൗതികമായി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ പറയാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതെങ്കിൽ അവർക്കത് പരിഹസിക്കേണ്ട ആവശ്യമില്ല, തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഒന്നു തന്നെയാണ്, അനിൻ നബഇൽ അലീം, ആ മഹത്തായ വൃത്താന്തം എന്ന് പറയുന്നത് അത് സഹോദരങ്ങളെ അത് ഹിസാബാണ്, വിചാരണയെക്കുറിച്ചിട്ടാണ് അവർ കളിയാക്കുന്നത്. അവർക്ക് പരലോക വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മക്കയിലെ മുശ്രിക്കുകളുടെ അതേ സ്വഭാവം പിൻപറ്റുന്ന ആളുകൾ ഇന്നുമുണ്ട്. പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ പരിഹാസമാണ്. അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈ മണ്ണായിപ്പോയ ആളുകൾ എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് അവർക്ക് പിന്നീടൊരു ജീവിതം ഉണ്ടാവുക? ഇതൊക്കെ കെട്ടുകഥകളാണ്, നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്, ഇതൊന്നും ശരിയായതല്ല, ഇതൊക്കെ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നഊദു ബില്ലാ. അത്തരത്തിലുള്ള വാക്കുകൾ അവരുടെ വായകളിൽ നിന്ന് വരുന്നത് ഈ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതിൻ്റെ തനി ആവർത്തനം മാത്രമാണ്, മറ്റൊന്നുമല്ല. അതാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഇതൊന്നും വെറുതെ നിങ്ങൾ പറയുന്നതാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും അന്ന് മക്കയിലെ മുശ്രിക്കുകളോടും ഇനി ഖിയാമത്ത് നാൾ വരെ ആഖിറത്തിനെക്കുറിച്ച് നിഷേധിക്കുന്ന, പരലോകത്തെക്കുറിച്ച് വിചാരണയെക്കുറിച്ച് നിഷേധിക്കുന്ന ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നു, കല്ലാ സയഅലമൂൻ അഫ്വൻ അനിൻ നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ആ മഹത്തായ വൃത്താന്തത്തെക്കുറിച്ച് അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തും കിട്ടിയിട്ട് ദഅവത്ത് ആരംഭിച്ചപ്പോൾ അവർ പല അഭിപ്രായങ്ങളിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഈ പറഞ്ഞതുപോലെ ഇതിനെ പരിഹസിച്ച് നിഷേധിച്ച് തള്ളുന്ന ആളുകളായിരുന്നു, സ്വീകരിക്കാൻ തയ്യാറല്ല, അഹങ്കാരികളായിക്കൊണ്ട് അതിന് ചെവിക്കൊള്ളാതെ ആ രൂപത്തിൽ തള്ളിക്കളഞ്ഞ ആളുകളുണ്ട്. അതാണ് ഒരു വിഭാഗം ആളുകൾ. ചിലർ അതുപോലെ തന്നെ കേട്ടു സ്വീകരിച്ച് മനസ്സിലാക്കിയ ആളുകളുണ്ടായിരുന്നു, മുസദ്ദിഖുകൾ, അതിനെ സത്യപ്പെടുത്തിയ ആളുകൾ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ, അവർ അതുപോലെ സ്വീകരിച്ച ആളുകളായിരുന്നു. ചിലരിങ്ങനെ ശക്കിൽ നിന്നു, അവർ തള്ളിക്കളയാനും വയ്യ, എന്നാൽ അവർ കൊള്ളാൻ തയ്യാറായിട്ടുമില്ല, സംശയത്തിൻ്റെ വക്കിൽ നിന്ന് കാഫറുകളായി തന്നെ തുടർന്ന ആളുകളുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ അതേ കിബറോടുകൂടി മരിച്ചുപോയ ആളുകളുണ്ട്. അബൂലഹബിനെയും അബൂജഹലിനെയും പോലെ അതേ കിബറോടുകൂടി കാഫിറായി മരിച്ചുപോയ ആളുകളുണ്ട്. എന്നാൽ ആദ്യം നിഷേധിക്കുകയും ആദ്യം ഇതിനെല്ലാം തള്ളിപ്പറയുകയും പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, അവർ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ചിലർ സത്യപ്പെടുത്തുന്നു, ചിലർ അതിനെ തള്ളിക്കളയുന്നു, ചിലർ സംശയിച്ച് ശങ്കിച്ചു നിൽക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് മുഴുവൻ ആളുകളെക്കുറിച്ചും ഇതിനെ നിഷേധിച്ച ആളുകളെക്കുറിച്ചും
അതുപോലെ തന്നെ ഇത് സ്വീകരിച്ച ആളുകളോടുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ് കല്ലാ സയഅലമൂൻ. വേണ്ട, നിസ്സംശയം വേണ്ട. കല്ല എന്നുള്ള പദം ഒരിക്കലും ഒരു കാര്യം ആരംഭിക്കുന്നിടത്ത് കാണുകയില്ല. മുന്നേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കാര്യത്തെ അതിനെ നിഷേധിക്കുകയും എന്നിട്ട് ശേഷം കല്ലയ്ക്ക് ശേഷം പറയുന്ന കാര്യം അങ്ങനെയാണ് ഉണ്ടാവുക എന്നതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്താണ് കല്ല എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കുക. കല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ട, അങ്ങനെയല്ല കാര്യം, നിങ്ങൾ പറയുന്നത് പോലെയല്ല. സയഅലമൂൻ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. സയഅലമൂൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാർത്തയായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ നേരെ ഇൽമായിട്ട്, ഇൽമുൽ യഖീൻ, നിങ്ങൾ കാണുന്നതാണ്, നിങ്ങൾക്ക് ദൃഢബോധ്യമുണ്ടാകും, നിങ്ങൾ കണ്ണുകൊണ്ട് കാണും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന്. നിങ്ങളിവിടെ പരിഹസിച്ചു, മുസ്ലിമീങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി പരിപാടികൾ നടത്തിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവരെ പരിഹസിച്ച് ഓരോ കോലാഹലങ്ങൾ ഉണ്ടാക്കി കോമാളിക്കളി നിങ്ങൾ കളിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നുണ്ടായിരുന്ന മുശ്രിക്കുകളോടും ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം ദീനിനെ, പരലോകത്തെ ഹിസാബിനെ തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന മുഴുവൻ കുഫാറുകളോടും അള്ളാഹു തആല പറയുന്നു കല്ലാ സയഅലമൂൻ. വേണ്ട, നിങ്ങൾ വഴിയെ അറിയുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇങ്ങനെ ചോദിച്ച് പരിഹസിച്ച ആളുകളോട് അള്ളാഹു തആല പറയുന്ന താക്കീതാണ്. ഒന്നുകൂടി റബ്ബ് പറയുന്നു സുമ്മ കല്ലാ സയഅലമൂൻ. സുമ്മ പിന്നീട് ഒന്നുകൂടി പറയുകയാണ് കല്ലാ സയഅലമൂൻ, നിസ്സംശയം വേണ്ട, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ ആയത്ത് ഒന്നാമത് പറയുന്ന ആയത്തിൻ്റെ തൗക്കീദാണോ, അതൊന്നുകൂടി ഊട്ടിയുറപ്പിച്ച് പറഞ്ഞതാണോ, അതല്ല അത് മറ്റൊരാശയമാണോ എന്നുള്ളത് മുഫസ്സിറുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഒന്നാമത് പറഞ്ഞ കല്ലാ സയഅലമൂൻ എന്ന് പറഞ്ഞതിന് ഒന്നുകൂടി ഊട്ടി പറയുക. അറബിയിൽ അങ്ങനെയുണ്ട്, ഒരു കാര്യം 2 തവണ പറയുക എന്നുള്ളത് അത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുക, തൗക്കീദിന് എന്ന് പറയും, തൗക്കീദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയും. ചിലർ പറഞ്ഞു ഭാഷയിൽ കല്ലാ സയഅലമൂൻ എന്ന് പറഞ്ഞ് വീണ്ടും ഉറപ്പിച്ച് പറയുന്ന സമയത്ത് സുമ്മ പോലെയുള്ള ഒരു ഹർഫുകൾ അങ്ങനെ വെക്കാൻ പാടില്ല. അതുകൊണ്ട് നഹ്വിൻ്റെ, ഗ്രാമറിൻ്റെ നിയമപ്രകാരം അത് അങ്ങനെയല്ല വരിക. അതുകൊണ്ട് ഇത് വേറൊരു വാക്യം തന്നെയാണ്. രണ്ടാമത് പറയുന്ന സുമ്മ കല്ലാ സയഅലമൂൻ എന്ന് പറയുന്നത് അത് മുഅ്മിനീങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച, ഈ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒന്നും വകവെക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച് വിശ്വസിച്ച് മരണം വരെ ആ ഈമാനോടുകൂടി തുടർന്ന ആളുകൾ, ആ മുഅ്മിനീങ്ങളോട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ് സയഅലമൂൻ. നിങ്ങളോട് ഏത് വാഗ്ദാനമാണോ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ആ സ്വർഗം കാണാൻ സാധിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടില്ല, നിങ്ങൾ കാതുകൾ കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല, നിങ്ങളുടെ കൽബുകൾ കൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കാത്തൊരു സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. സുമ്മ കല്ലാ സയഅലമൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്കത് വഴിയെ കാണാൻ സാധിക്കും, നിങ്ങൾ ഉറപ്പിൽ നിൽക്കുക, ആ ഉറപ്പിൽ തന്നെ നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറഞ്ഞു തരുന്നു സുമ്മ കല്ലാ സയഅലമൂൻ, നിങ്ങൾക്ക് അത് വഴിയെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു തരികയാണ്. പിന്നീട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു രൂപത്തിലേക്കാണ് ബാക്കിയുള്ള ആയത്തുകൾ പറയുന്നത്. ആദ്യം മക്കാ മുശ്രിക്കുകളുടെ ഈ പരിഹാസങ്ങളും അതിനുള്ള താക്കീതുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 5 ആയത്തുകളിൽ പറഞ്ഞതിന് ശേഷം ഈ മക്കാ മുശ്രിക്കുകളായ ആളുകളോടും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന, ആ റബ്ബിൻ്റെ അനുമതി പ്രകാരം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിക്കുന്ന, അവർ കൊണ്ടുവന്നിട്ടുള്ള ഖുർആനിനെ നിഷേധിക്കുന്ന, അതിലുള്ള ഏറ്റവും മഹത്തായ ആശയമായ ഹിസാബിനെ, പരലോകത്തെ വിചാരണയെ നിഷേധിക്കുന്ന ആളുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു തരികയാണ്. അവൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു തരികയാണ്. ഇതൊക്കെ ചിന്തിക്ക്, നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്ക്. ഇതൊക്കെ ആരാണ് നിങ്ങൾക്ക് വിധാനിച്ച് തന്നിട്ടുള്ളത്? ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാൾക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കുകയല്ല. ബുദ്ധിയുള്ളൊരു മനുഷ്യനും ഈ പറയാൻ പോകുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ വെറുതെ ഉണ്ടായി എന്നൊരിക്കലും പറയുകയില്ല. അതുകൊണ്ട് നിങ്ങളിത് ചിന്തിക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തുകൾ നിങ്ങൾ ചിന്തിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 10ഓളം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അതെല്ലാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിലൊന്നാമതായി എടുത്തു പറഞ്ഞിട്ടുള്ളത് നോക്കൂ, അലം നജ്അലിൽ അർദ മിഹാദ. അലം നജ്അലിൽ അർദ മിഹാദ. അലം നജ്അൽ, നാം ആക്കിയില്ലേ, അൽ അർദ, ഭൂമിയെ നാം ആക്കിയില്ലേ, മിഹാദൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഹദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടിലിനും വിരിപ്പിനൊക്കെയാണ് പറയുക.
ബഹ്ദുൻ, മഹ്ദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിലിന് പറയുന്ന കാര്യമാണ്. കുട്ടികൾ കിടക്കുന്ന തൊട്ടിലിന് മഹ്ദ് എന്ന് പറയും. ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം നജ്അലിൽ അർദ മിഹാദ, ഭൂമിയെ ഞാൻ നിനക്ക് വിധാനിച്ചു നൽകിയിട്ടില്ലേ, ഒരു വിരിപ്പെന്നോണമാക്കിയില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചോദ്യം, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാനാണ്. കാരണം നാം എല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ ഭൂമിയിലൂടെ നടന്ന് ജീവിക്കുന്ന, അതിൽ നിന്നും ലഭിക്കുന്ന കായ്കനികൾ ഭക്ഷിക്കുന്ന, അതിൽ നിന്നുമെല്ലാം അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭൂമിയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, എന്താണ് ഈ ഭൂമിയുടെ അവസ്ഥ. ഈ ഭൂമി റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന് നിശ്ചയിച്ചിട്ടുള്ള ഇതിൻ്റെ ഈ പ്രതലം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൽ പല രൂപത്തിലുള്ള പ്രതലങ്ങളുണ്ട്. ഇത് പൂർണ്ണമായും കട്ടിയുറച്ച പ്രതലങ്ങളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ കൃഷി ഇറക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിയെടുത്തുകൊണ്ട് കെട്ടിടങ്ങൾ പണിയാനോ ഒന്നും തന്നെ ജലാശയങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. ഇതെല്ലാം മൊട്ടക്കുന്നായിരുന്നെങ്കിൽ, തൊടാൻ പറ്റാത്ത രൂപത്തിലുള്ള പാറകളായിരുന്നെങ്കിൽ നമുക്കതിനൊന്നും സാധിക്കുമായിരുന്നില്ല. ആ രൂപത്തിലായിരിക്കും ഭൂമി ഉണ്ടാവുക. എന്നാൽ ഇത് വളരെയധികം ചതുപ്പു നിലമായിരുന്നെങ്കിലോ നമുക്കിതിലൂടെ പ്രയാസത്തോടു കൂടി അല്ലാതെ നടന്നു പോകാൻ പറ്റൂല. മുഴുവൻ ചതുപ്പാണ്. നമ്മൾ ചതുപ്പിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ നടന്നു പോയിട്ടുണ്ടാകും, വയലുകളിലൂടെയും ചതുപ്പുകളിലൂടെയും. ഭൂമി മുഴുവൻ അങ്ങനെ ആയിരുന്നെങ്കിലോ നമ്മൾ നടത്തവും ബുദ്ധിമുട്ടൊക്കെ ആ പ്രയാസത്തിലായിരിക്കും. നമുക്കൊരു കെട്ടിടമുണ്ടാക്കാൻ സാധിക്കുകയില്ല, ഒരു വീടുണ്ടാക്കാൻ സാധിക്കുകയില്ല, അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഭൂമി മുഴുവൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള മൊട്ടക്കുന്നായിരുന്നെങ്കിൽ നമുക്കൊരു കൃഷി ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നമുക്കൊരു ഭക്ഷണങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഈ ഭൂമിയിലാണ് കൃഷി ചെയ്ത് ഉണ്ടാക്കുക. നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അരി കഴിക്കുന്നു, നമ്മൾ മറ്റു പല കാര്യങ്ങളും കഴിക്കുന്നു. ഇതെല്ലാം ഈ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൃഷിയോഗ്യമായ ഇടങ്ങൾ ഭൂമിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഉറപ്പുള്ള ഇടങ്ങളും ബാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യന് കെട്ടിടമുണ്ടാക്കാനായിട്ട്, വസിക്കാനായിട്ട്, അങ്ങനെ എല്ലാത്തിനുമുള്ള ഇടങ്ങൾ സഹോദരങ്ങളെ ഭൂമിയിലുണ്ട്. ഒരുപാട് സഹോദരങ്ങളെ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞല്ലോ, അലം നജ്അലിൽ അർദ കിഫാത അഹ്യാഅൻ വ അംവാത, ഭൂമിയെ നാം അവർക്ക് മതിയാക്കി തന്നില്ലേ. അഹ്യാഅൻ വ അംവാത, മനുഷ്യരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചിരിക്കുന്നവർക്കും. വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. കോടാനുകോടി മനുഷ്യർ ഇന്ന് ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നുണ്ട്. കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയുടെ ഉള്ളിൽ മയ്യിത്തായി മരിച്ചു കിടക്കുന്നുമുണ്ട്. അല്ലേ? ലക്ഷങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്ഥലത്തുണ്ടാകും. അതേ സ്ഥലത്ത് തന്നെ ലക്ഷങ്ങൾ അവിടെയുള്ള ഖബറുകളിലും ഉണ്ടാകും. അവർക്കെല്ലാവർക്കും മതിയാകുന്നതാണ്. ഭൂമിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ദിവസേന അതിൻ്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? മനുഷ്യരിങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ജനിക്കുന്ന മനുഷ്യരൊക്കെ ഭൂമിയിലുണ്ട്. ഇവരൊക്കെ മരിച്ചിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നില്ല, ഭൂമിയിലേക്ക് തന്നെ അടക്കം ചെയ്യുകയാണ്, ഏത് രൂപത്തിലാകട്ടെ. അങ്ങനെ അള്ളാഹു തആല ഭൂമിയെ മതിയാക്കി നൽകിയിരിക്കുകയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഭൂമി, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എല്ലാം ഈ ഭൂമിയിൽ ഉൾക്കൊള്ളുകയാണ്. ഓരോ സ്ഥലത്തെയും മക്ബറുകൾ എടുത്തു നോക്കിയാൽ ആ നാട് മുഴുവനുണ്ടോ? ഇല്ല, ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ്. അവിടെ തന്നെ അള്ളാഹു തആല അവിടെയുള്ള എല്ലാ മനുഷ്യരെയും അടക്കാനുള്ള സംവിധാനം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി നൽകിയിരിക്കുകയാണ്. മനുഷ്യനിവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചുരുക്കത്തിൽ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഒരുവന് കൂടുതൽ വേറെ ദൃഷ്ടാന്തങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം നമുക്ക് വേണ്ട സസ്യലതാദികൾ മുളപ്പിച്ചു തരുന്നത് ഈ ഭൂമിയിലാണ്. അങ്ങനെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഈ ഭൂമിയിൽ നിന്നാണ്. മനുഷ്യന് ജീവിക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ ഈ ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ മനുഷ്യരുണ്ടാകുമെന്നും അതുകൊണ്ട് ഇതിനെല്ലാം ഇങ്ങനെയുള്ള ലോഹങ്ങളും ഇതിനു വേണ്ട കൃഷിയിടങ്ങളും ഇതൊക്കെ സ്വന്തമായി ആരോ ഉണ്ടായി എന്ന് പറയുന്നവനേക്കാളും എത്ര വലിയ വിഡ്ഢിയാണ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി, മനുഷ്യരുണ്ടാകുന്നതിന് കണക്കായിട്ട് അവിടെ കടൽ അവസാനിക്കുന്നു, അവിടെ ബാക്കിയുള്ള മനുഷ്യർക്ക് കണക്കായിട്ട് ആ ഭൂമിയിൽ പിന്നീട് കരയുണ്ടാകുന്നു, അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നു, ഇവിടെ കാലികളെ മേയ്ക്കാൻ പറ്റുന്നു, ഇവിടെ കുളങ്ങളുണ്ടാകുന്നു. എല്ലാം യാദൃശ്ചികം. മനുഷ്യരുണ്ടാകുന്നിടത്ത് വെള്ളമുണ്ടാകുന്നു, അവിടെ കുളങ്ങൾ, ഇതെല്ലാം യാദൃശ്ചികം. ഇതാണ് യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊന്നും യാദൃശ്ചികമല്ല, ഇതൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു എല്ലാം നിശ്ചയിച്ചിട്ടുള്ളൊരു ഖാലിഖ്, സൃഷ്ടാവുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും ഇതിൻ്റെ പിന്നിലെല്ലാം ഏകനായ ഒരു ഖാലിഖുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അതുകൊണ്ട് അവന് കീഴ്പ്പെടേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന കാര്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. അള്ളാഹു തആല ആദ്യമായി പറഞ്ഞത് ഭൂമിയെക്കുറിച്ചിട്ടാണ്. അലം നജ്അലിൽ അർള മിഹാദ്. ഒരുപാട് സൂറത്തിൽ അള്ളാഹു തആല ഭൂമിയെ വിധാനിച്ചു എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇളക്കമില്ലാത്ത ആളുകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ കോടാനുകോടി മനുഷ്യർ ഇളക്കമില്ലാതെ വാസയോഗ്യമായിട്ട് അവർക്ക് വസിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു തആല ഭൂമി ഒരുക്കി തന്നിട്ടുള്ളത്. പിന്നീട് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ, ജബൽ അതാണ് പർവ്വതം, അതിൻ്റെ ബഹുവചനമാണ് അൽ ജിബാൽ. വൽ ജിബാല ഔതാദ, വത്തതിൻ്റെ ജമ്മാണ് ഔതാദ്.
പർവ്വതങ്ങളെ ആണികളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. പർവ്വതങ്ങളെ ആണികളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഭൂമിയെ ഇളക്കം തട്ടാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് പർവ്വതങ്ങളെ ആണികളാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഒരുപാട് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഖാഫ് പോലെയുള്ള ഒരുപാട് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആണികളാക്കി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് ഭൂമി ഇളകിപ്പോകാതിരിക്കാനാണ്. ആണികൾ പോലെയാണ്. ഏതുപോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. നമ്മൾ വലിയ വലിയ ടെൻറ്റുകൾ ഉണ്ടാക്കുമ്പോൾ, ഹൈമകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചുറ്റും അത് ഉറച്ചു നിൽക്കാൻ വേണ്ടി വലിയ ആണികൾ അടിക്കുന്ന പതിവ് പൊതുവെ അറബികൾക്കിടയിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ടെൻറ്റുകൾ കെട്ടുന്ന സമയത്ത് വലിയ ആണികൾ അടിച്ചു പോകും. ആ ആണികളെക്കുറിച്ച് ചിന്തിച്ചാലും ഈ പർവ്വതത്തിൻ്റെ പോലെ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വലിയ ഭാഗം ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും. അതിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗമേ നമ്മൾ കാണുകയുള്ളൂ. പർവ്വതങ്ങളും അങ്ങനെ തന്നെയാണ്. പർവ്വതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ, അങ്ങനെ ഭൂശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പർവ്വതത്തെക്കുറിച്ച് വളരെ കൃത്യമായി അതിൻ്റെ സ്കെച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ആയത്ത് എത്ര കൃത്യമാണെന്ന് കൂടി നമുക്കൊന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ആണികളെപ്പോലെ തന്നെ ഈ പർവ്വതങ്ങൾ അത് വേരോടുകൂടി ഭൂമിയുടെ അടിയിലാണ്. നമ്മൾ കാണുന്നത് മീറ്ററുകൾ കണക്കിനുണ്ടാകാം, കിലോമീറ്ററുകളുള്ളതും മലകളുമുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഭൂമിക്കടിയിൽ അത് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള മനുഷ്യർക്ക് വാസയോഗ്യമാകാൻ വേണ്ടിയിട്ട്, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഭൂമി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വന്നിട്ടുള്ളതാണ് ഈ പർവ്വതങ്ങൾ. അത് അല്ലാഹു തആല എടുത്ത് പറയുകയാണ്. വൽ ജിബാല ഔതാദ, ഭൂമി ഇളക്കം തട്ടാതെ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ അല്ലാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. വഖലഖ്ന, നാം സൃഷ്ടിച്ചു, കും, നിങ്ങളെ, അസ്വാജൻ, ഇണകളായിക്കൊണ്ട്. സൗജ് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇണ എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് അസ്വാജൻ. നിങ്ങളെ ഇണകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കൂ. ഇത് അല്ലാഹു തആല ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിച്ചിട്ടുള്ളൊരു സുന്നത്താണ്. ആദ്യം അവൻ്റെ ചുറ്റുമുള്ള ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിക്കാൻ പറയും. ആ ചിന്തിച്ചതിന് ശേഷം ഓരോരുത്തരും കാണുന്ന കാര്യമാണ്. എവിടെയെങ്കിലും ഗവേഷണം നടത്താൻ പോകേണ്ടതില്ല. മുകളിൽ ആകാശം, താഴെയുള്ള ഭൂമി, പർവ്വതങ്ങൾ എല്ലാ സാധാരണക്കാരും കാണാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് മനോഹരമായിട്ടാണ്. ഇതുകൊണ്ടുള്ള ഉപകാരങ്ങളെക്കുറിച്ചും കൂടി പഠിക്കുന്ന സമയത്ത് അവന് കൂടുതൽ യഖീനുണ്ടാകും. അതുപോലെ അതിനുശേഷം മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ മനുഷ്യരാണ്. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ ഇണകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുള്ളത്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു വർഗം തന്നെയാണ്, ഒറ്റ വർഗമാണ്. മൃഗങ്ങൾ വേറെ വർഗമാണ്, വേറെ ജിൻസാണ്. പറവകൾ വേറെ ജിൻസാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ വർഗമാണ്. എന്നാൽ ആ മനുഷ്യനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയായിക്കൊണ്ട് മനുഷ്യൻ ആണിനെയും പെണ്ണിനെയും ഒരേ ഉദരത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയാണ്. ഓരോ ആണിൻ്റെയും ഓരോ പെണ്ണിൻ്റെയും മാതാപിതാക്കൾ ആണും പെണ്ണും തന്നെയാണ്. അവരിലൂടെയാണ് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി സൃഷ്ടിക്കുകയും ഒരാണ് മറ്റൊരു പെണ്ണിന് തുണയായും ഒരു പെണ്ണ് മറ്റൊരു ആണിന് തുണയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി നൽകിയിരിക്കുകയാണ്. അതിലൊരുപാട് സഹോദരങ്ങളെ അല്ലാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. മവദ്ദത്തും റഹ്മത്തും അവന് കാണിക്കാൻ പറ്റിയ, അവൻ്റെ ദേഹേച്ഛ അതിനെ പൂർത്തീകരിക്കാൻ, അതുപോലെ അവന് കാരുണ്യമായി നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സൗജുകളെ, ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപകാരങ്ങൾ. അതുപോലെ അവൻ്റെ മനുഷ്യൻ്റെ സന്താന പരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് ഇണകളായി മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത്. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ ഇണകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അവൻ ചിന്തിക്കാനുണ്ടാവും. വഫി ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ ഇണകളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് അല്ലാഹു തആല ഖുർആനിൽ ഈ ഇണകളെക്കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അത് മനുഷ്യന് വലിയ റാഹത്താണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് ഇങ്ങനെയുള്ള ദേഹേച്ഛകളും വികാരങ്ങളുള്ള മനുഷ്യന് അത് പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു എതിർലിംഗത്തിൽ നിന്നുള്ള, ഒരേ വർഗത്തിൽ തന്നെ എന്നാൽ എതിർലിംഗത്തിൽ നിന്നുള്ള ഒരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം പ്രയാസങ്ങളായിരിക്കും മനുഷ്യനുണ്ടാകുക. അവൻ സഹിക്കാൻ പറ്റാത്ത, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത, അവന് ഇൽത്തിറാബ്, ആകെ കൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, ഒരു സുക്കൂനില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും അവനുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ ഇണക്കമുള്ള ഇണകളെ നൽകി എന്നുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും സന്താന പരമ്പര തുടർത്താനും റബ്ബ് നൽകിയിട്ടുള്ള ഇണകളാണ് അത് വലിയൊരു അനുഗ്രഹമാണ്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യനുള്ള മറ്റൊരു അനുഗ്രഹം തന്നെ, വജഅൽനാ നൗമക്കും സുബാത,
നാം നിങ്ങൾക്ക് ഉറക്കിനെ ആക്കിയിരിക്കുന്നു സുബാതൻ. സുബാതൻ എന്ന് പറയുന്നത് വിശ്രമം എന്നും ശാന്തത എന്നുമൊക്കെ മുഫസ്സിറുകൾ അതിന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വജഅൽന, നാം ആക്കിയിരിക്കുന്നു, നൗമക്കും, നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം, നമുക്കറിയാം. നിങ്ങളുടെ ഉറക്കം സുബാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു സുബാതൻ ഐ മിനസ്സുകൂനി തസ്കുനൂന ഫീഹി വഹാദ യുഅദ്ദി ഇല റാഹ, നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഇപ്പം ഉറക്ക് എന്ന് പറയുന്നത് മനുഷ്യനൊരു സമാധാനമാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഉറങ്ങുക എന്ന് പറയുന്ന ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മനുഷ്യനോട് നിലനിൽക്കാൻ സാധിക്കുകയില്ല. നമ്മളിങ്ങനെ പകൽ മുഴുവൻ പണിയെടുത്തുകൊണ്ട് പ്രയാസപ്പെട്ടാൽ ആ പണി എന്ന് പറയുന്നത് ശാരീരികമായ പണിയാണെങ്കിൽ പോലും, ഇനി അതല്ല നമ്മുടെ ബുദ്ധി മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള ഫിക്ർ കൊണ്ടുള്ള പണിയാണെങ്കിൽ പോലും മനുഷ്യന് ഒരുപാട് നേരം അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ജോലി ചെയ്യാനോ ശാരീരികമായി ജോലി ചെയ്യാനോ സാധിക്കുകയില്ല. അതിനുശേഷം തീർച്ചയായും അവനൊരു ഉറക്കം അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ ശരീരം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായി എടുത്തു പറയണം ഉറക്ക് എന്ന് പറയുന്ന അനുഗ്രഹം. സുബാത്തൻ എന്ന് പറയുന്നത് അതാണ്, ശാന്തത എന്നാണ്. മറ്റൊരർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു സുബാത്തൻ എന്ന് പറഞ്ഞാൽ മിനൽ ഖത്അ, മുറിക്കുക എന്ന് പറഞ്ഞാൽ ഐ അന്നഹു യഖ്തഉകും അൻ അശ്ഗാലികും അല്ലദി ലൗ ഇസ്തമറത് ലഅത്ബഅത്കും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ജോലി തിരക്കുകളിൽ നിന്നും, ആ ജോലി തിരക്കുകൾ എങ്ങാനും അങ്ങനെ തുടർന്നു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷീണിപ്പിക്കും, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ മരിച്ചു പോകും. അതിൽ നിന്നും നിങ്ങൾക്കൊരു മുറിച്ചുകൊണ്ടാണ് ഉറക്കത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ഉറങ്ങും. ഉറങ്ങാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് സാധിക്കുകയില്ല. അങ്ങനെ ഉറങ്ങുമ്പോഴാണ് മനുഷ്യന് അവൻ്റെ ബുദ്ധിയും കാര്യങ്ങളുമൊക്കെ വീണ്ടും ഒന്ന് റീഫ്രഷ് ആകുന്നത്. അങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ മനുഷ്യന് ഒന്നും ചിന്തിക്കാൻ സാധിക്കുകയില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, ഒരു പണിയെടുക്കാൻ സാധിക്കുകയില്ല. അവന് തലച്ചോറ് കൊണ്ടുള്ള പണിയാകട്ടെ ശരീരം കൊണ്ടുള്ള പണിയാകട്ടെ അതിന് വ്യക്തമായ റാഹത്ത് കിട്ടിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. റബ്ബ് പറയാണ് നിനക്കാരാണ് ഈ ഉറക്കം നൽകിയിട്ടുള്ളത്, ഉറക്കമെന്ന് പറയുന്ന ഈ വിശ്രമം നൽകിയിട്ടുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതെല്ലാം പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത വിഡ്ഢികളാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിഹസിച്ചുകൊണ്ട് അതിനെല്ലാം തള്ളിക്കളയുന്നത്. അള്ളാഹു അടുത്ത ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുന്നു വജഅൽന ലൈല ലിബാസ. ഇതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വജഅൽന ലൈല, വജഅൽന, നാം ആക്കിയിരിക്കുന്നു, അല്ലൈല, ലൈലിനെ, രാത്രിയെ, ലിബാസൻ, നമുക്കറിയുന്ന ഒരു വാക്കാണ്, സുപരിചിതമായ വാക്കാണ്, വസ്ത്രമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാത്രി ഒരു വസ്ത്രമാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ വസ്ത്രം കൊണ്ട് നമ്മൾ ശരീരം മുഴുവൻ മൂടി പൊതിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ഔറത്തുകൾ നമ്മൾ മറക്കുന്നത്. അതുപോലെ ഭൂമിക്ക് ഇരുട്ടെന്ന് പറയുന്നത് ഒരു വസ്ത്രം ഭൂമി അണിഞ്ഞതുപോലെ ഇരിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്ലെയിനിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞ ഈ കാര്യം ശരിക്കും ഭൂമി ഒരു ഇരുട്ടിൻ്റെ വസ്ത്രം ധരിച്ചതുപോലെ കാണാൻ സാധിക്കും അല്ലേ. നമ്മളിങ്ങനെ ഉയർന്ന സമയത്ത് നമ്മുടെ കണ്ണെത്താ ദൂരത്ത് മുഴുവൻ ചക്രവാളം മുഴുവൻ ഭൂമി ഇങ്ങനെ ഇരുട്ടിലായി, ഭൂമി ഒരു കറുത്ത വസ്ത്രം ധരിച്ചതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു താലയുടെ ദൃഷ്ടാന്തമാണ്. എന്തിനാണ് ഭൂമി അള്ളാഹു താല അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരുട്ട് ഉണ്ടാക്കി നൽകുന്നത്? തൊട്ടുമുമ്പ് പറഞ്ഞ മനുഷ്യന് സമാധാനത്തോട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്, വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വജഅൽനാ നൗമക്കും സുബാത എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രാത്രിയെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്രമ സമയമാക്കി മാറ്റിയിട്ടുണ്ട്, റാഹത്തിനുള്ള സമയമാക്കി മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? വജഅൽന ലൈല ലിബാസ, രാത്രിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്ത്രം, ഇരുട്ടിൻ്റെ വസ്ത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അണിഞ്ഞ് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണ് മനുഷ്യൻ ആ സമയത്ത് റാഹത്തെടുക്കാൻ സാധിക്കുന്നത്. പകൽ മുഴുവനും, ദിവസം മുഴുവനും പകലായിരുന്നെങ്കിൽ ഈ വെളിച്ചം കൊണ്ട് മനുഷ്യന് ഇവിടെ സമാധാനത്തിൽ കിടക്കാൻ സാധിക്കുകയില്ല, സമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കുകയില്ല, മനുഷ്യന് അവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഈ ഇരുട്ടുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യനുമുണ്ട്, അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കുമുണ്ട്. കാരണം രാത്രിയിൽ നടക്കേണ്ടതായ, രാത്രി ഇരുട്ടുണ്ടാകേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളിത് അറിയുന്നില്ല. ഇരുട്ടുണ്ടെങ്കിൽ മാത്രം നടക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. ഇരുട്ടില്ല എങ്കിൽ അത് ഭൂമിയിൽ നടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അണിഞ്ഞു നൽകിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ രാത്രി പോകുന്നു, പകലാകുന്നു, നമ്മളാരും ഇതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് രാവും പകലും മാറി വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വജഅൽന നഹാറ മആശ, ശേഷം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പകലിനെ നിങ്ങൾക്ക് മആശാക്കി നൽകിയിട്ടുണ്ട്, ഉപജീവനം അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അല്ലെ, മുഴുവൻ ഇരുട്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളും കാര്യങ്ങളും അവിടെ ചെയ്തു തീർക്കാൻ സാധിക്കുമായിരുന്നില്ല, ഒരുപാട് പ്രയാസമായിരിക്കും. പകൽ അല്ലാഹു തആല നമുക്ക് അധ്വാനിക്കാൻ വേണ്ടി നൽകി, രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി നൽകി, ആ രാത്രിയിൽ തന്നെ അല്ലാഹു തആല ഇരുട്ടും നൽകി. ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധമുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും. വജഅൽന നഹാറ മആശ, പകൽ നിങ്ങൾക്ക് മഈശത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി അല്ലാഹു തആല
പകലിനെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഈ ദുനിയാവിലുള്ള ഈ താഴെയുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉപരിലോകത്തെക്കുറിച്ചിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. വബനൈന ഫൗഖകും സബ്അൻ ഷിദാദ. വബനൈന, അല്ലാഹു തആല സ്ഥാപിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മുകളിൽ മേലാപ്പാക്കി മാറ്റിയിരിക്കുന്നു. ഫൗഖകും, നിങ്ങളുടെ മുകളിൽ, സബ്അൻ, 7. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ഉ സമാവാത്താണ്, 7 ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തിയിരിക്കുന്നു. ഷിദാദൻ, ആ ആകാശത്തിൻ്റെ സിഫത്ത് പറയുകയാണ്, വിശേഷണം പറയുകയാണ്, അത് ഷിദാദാണ്. ഷിദാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ കാര്യമാണ് ഈ 7 ആകാശങ്ങൾ എന്ന് പറയുന്നത്. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അതിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. നിങ്ങൾ ആകാശം ഒന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് ഇതിങ്ങനെ ഉയർത്തി നിൽക്കുന്നത്. അല്ല, മനുഷ്യന് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ അതല്ലാത്ത സ്ഥലത്തോ ഒരു മേലാപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക, അതിനൊരു തൂണ് പോലും ഇല്ലാതെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമല്ല, ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മളൊരു പന്തൽ കാണുന്നുണ്ട്, ഷീറ്റുകൾ അടിച്ച് കാണുന്നുണ്ട്, ഇതിനൊരു നിലക്കുള്ള ഒന്നുമില്ലാതെ ഉണ്ടാകുക എന്ന് പറയുന്നത്, ഒരു തൂണ് പോലും ഇല്ലാതെ കാണുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. ഇനി തൂണുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി പറയുകയും ചെയ്യും, അല്ല ആ ബിൽഡിംഗ് കണ്ടില്ല, അത്ര വലിയ മീറ്റർ സ്ക്വയറിൽ ഉണ്ടാക്കിയിട്ട് ഒരു തൂണ് പോലും അതിനില്ല. മനുഷ്യൻ അത്ഭുതത്തോടുകൂടി പറയുന്ന കാര്യമാണ്. വലിയ മസ്ജിദ്, ഒറ്റ തൂണില്ല, വലിയ കെട്ടിടം, അതിലൊരു തൂണ് പോലും ഇല്ല, വളരെ കുറഞ്ഞ തൂണിൽ അതുണ്ടാക്കിയിരിക്കുന്നു. അല്ല, അങ്ങനെ പല രൂപത്തിൽ മനുഷ്യൻ അങ്ങനെയുള്ള എടുപ്പുകളെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ട്. പക്ഷേ ഇതേ മനുഷ്യൻ എന്നും നടന്നു കൊണ്ടുപോയിരിക്കുന്ന ഈ ഭൂമിയിൽ അവൻ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ അത്ര വലിയ എടുപ്പാണ് അവന് കാണുന്നത്. അത് ഉയർന്നു നിൽക്കുകയാണ്, അതിന് വർഷങ്ങളായിട്ടൊരു കേടുപാടും പറ്റിയിട്ടില്ല, അതിലെവിടെയെങ്കിലും ഒരു തുള അവന് കാണാൻ സാധിക്കുന്നില്ല. കേടുപാടുകളൊന്നും ഈ ആകാശത്തിന് പറ്റിയിട്ടില്ല. അത് മനോഹരമായി നിലനിൽക്കുന്നു, വർഷങ്ങളോളമായി അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു, അതിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതിന് നമുക്ക് കാണുന്ന തരത്തിലുള്ള ഒരു തൂണുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് ഇത് നിൽക്കുന്നത്? ഇതും പ്രകൃതി, ഇതും അങ്ങനെ പ്രകൃതി വെറുതെ പറഞ്ഞ് നിർത്തുന്നതാണ് എന്നാണ് ഈ ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യരായ യുക്തിവാദികൾ. ഈ പേര് ചിലപ്പോൾ അവർ തന്നെ സ്വന്തം ഇട്ടതായിരിക്കാം, മറ്റൊരാൾ ഇടുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു പേര് ലഭിക്കുകയില്ല. അവർ വിശ്വസിക്കുന്നതാണ് ഈ ആകാശം അതൊക്കെ അങ്ങനെ വെറുതെ ഉണ്ടായതാണ്. പെട്ടെന്ന് ഇങ്ങനെ എല്ലാം പൊട്ടിത്തെറിച്ചപ്പോൾ മുകളിലൊരു ആകാശം തൂണില്ലാതെ അങ്ങനെ മുകളിൽ തന്നെ പറ്റി നിന്നു. ഭൂമി എന്ന് പറയുന്ന ഒരു സാധനം അത് താഴെ നിന്നു. ഈ ഭൂമിക്ക് നേരെ മുകളിൽ നിൽക്കണം എന്നൊക്കെ അതിന് നേരത്തെ അറിയാം, കാരണം ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നൊക്കെ പ്രകൃതിക്കറിയാം. കാരണം അവരുടെ ഇലാഹ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്, അവരുടെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയെ ആരാധിക്കുന്നവരാണ് അവർ. യുക്തിവാദികൾ പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഈ ആകാശത്തേക്ക് നോക്കിയാൽ അതിങ്ങനെ ഉയർത്തി നിൽക്കുകയാണ്, ശക്തമായ ആകാശമാണ് അതിനുള്ളത്, അതിന് എത്രമാത്രം ഈടാണ്, ഉറപ്പാണ് അതിനുള്ളത്. ഒരു കേടുപാടുകളും അതിൽ സംഭവിക്കുകയുമില്ല. അത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോഴാണ് അതിനെല്ലാം അല്ലാഹു തആല തകർത്തെറിയുന്നത് എന്ന് കാണാൻ സാധിക്കും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആകാശത്തിലുള്ള മറ്റൊരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ആകാശത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശം ഭൂമിക്ക് നൽകുന്ന, അതിലുള്ള മനുഷ്യർക്ക് നൽകുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒരു മേലാപ്പ് എത്രത്തോളം ഉപകാരങ്ങൾ അതിൻ്റെ താഴെ ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്നുണ്ടോ അതെല്ലാം ആകാശം നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മനുഷ്യൻ എവിടെ നിന്നും കാണാൻ സാധിക്കുന്ന, എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒന്ന് അല്ലാഹു തആല ഉടനെ പറയുകയാണ്, വജഅൽനാ സിറാജൻ വഹാജ. അവർക്കിതാ നാം ആക്കി നൽകിയിരിക്കുന്നു, ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, സിറാജൻ, ഒരു വിളക്കിനെ, വഹാജ, ആ വിളക്ക് കത്തിജ്വലിക്കുന്ന വെളിച്ചമാണ്, കത്തിജ്വലിക്കുന്ന പ്രകാശമാണ് അതിനുള്ളത് എന്ന് പറയുന്നത്. ഈ സിറാജ് നമുക്കറിയാം, സൂര്യനെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂര്യൻ്റെ 2 വിശേഷണങ്ങൾ, അല്ലെങ്കിൽ സൂര്യൻ എന്ന സൃഷ്ടിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള 2 അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നു. ഒന്ന് സിറാജാണ്, അത് പ്രകാശമുണ്ട്. മനുഷ്യനിവിടെ ജീവിക്കാൻ പ്രകാശം ആവശ്യമാണ്. പ്രകാശം കൊണ്ട് കിട്ടേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രകാശം എന്ന് പറയുന്ന ഒരു നിഅമത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് വഹാജനാണ്, കത്തിജ്വലിക്കുന്നതാണ്, ഊർജം അതിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എത്രമാത്രം ഊർജമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ദിനം പ്രതി നൽകിക്കൊണ്ടേയിരിക്കുന്നത്.
ആ സൂര്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഭൂമിയിൽ അത് വാസയോഗ്യമാകുമായിരുന്നില്ല, മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യന് ജീവിക്കാനുള്ള വാസയോഗ്യമാക്കി മാറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. കാരണം ഈ സൂര്യൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജവും പ്രകാശവും ഒക്കെ കാരണത്താലാണ് ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കുന്നത്, മനുഷ്യർ ജീവിക്കുന്നത്. അല്ലെ, മനുഷ്യന് വേണ്ട എല്ലാ രൂപത്തിലുള്ള കാൽഷ്യവും വിറ്റാമിൻസും അടങ്ങുന്ന മുഴുവനും ഇങ്ങനെ എന്തെല്ലാം നിയമത്തുകൾ മനുഷ്യനെ പിന്നീട് കണ്ടുപിടിക്കുന്നതാകട്ടെ, നിലവിൽ കണ്ടുപിടിച്ചതാകട്ടെ, നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കത്തിജ്വലിക്കുന്ന സൂര്യനിലൂടെ നൽകുകയാണ്. അത് അള്ളാഹു തആല എടുത്തു പറയുകയാണ് ഈ സൂര്യനെക്കുറിച്ച്. എത്ര വലിയ നക്ഷത്രമാണ്, മനുഷ്യൻ ഇതിനകം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഈ സൂര്യൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ എന്നത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അല്ല, നമ്മൾ ഭൂമിയിൽ എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് നല്ലൊരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അത് വെറുതെ ഉണ്ടായെന്ന് ആരും പറയൂല. അല്ലെ, വലിയ വെളിച്ചം കണ്ടാൽ, അത്രയും ഉപകാരമുള്ളൊരു സാധനം കണ്ടാൽ അത് വെറുതെ ഉണ്ടെന്ന് ഒരാളും പറയുകയില്ല. പക്ഷേ ഈ സൂര്യനെക്കുറിച്ച് എന്നും വളരെ കൃത്യമായി മനുഷ്യന് വേണ്ട രൂപത്തിൽ അത് ഉദിക്കുകയും മനുഷ്യന് വേണ്ട രൂപത്തിൽ ഭൂമിയിൽ അത് സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സൂര്യനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആരാണ് ഇതിനെ ഉദിപ്പിക്കുന്നത്, ആരാണ് ഇതിനെ അസ്തമിപ്പിക്കുന്നത്? കൃത്യസമയത്ത് ഇത് ഉദിക്കുന്നു, കൃത്യസമയത്ത് ഇത് അസ്തമിക്കുന്നു. എങ്ങനെയാണ് ഇതിന് ഇത്ര കൃത്യത ഉണ്ടായത്? ഇതെല്ലാം പ്രകൃതി എന്നാണ് ബുദ്ധിശൂന്യരായ ആളുകൾ പറയുക. എന്നാൽ ഈ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൻ്റെ പിന്നിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, ഉടമപ്പെടുത്തുന്ന, ഇതിൻ്റെ എല്ലാം മുദബ്ബിറായിട്ടുള്ള ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അടുത്ത ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുന്നു, അതും ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. വഅൻസൽനാ, നാം ആക്കിയിരിക്കുന്നു, മിനൽ മുഅ്സിറാത്ത്, മുഅ്സിറാത്തിൽ നിന്നും. ഈ മുഅ്സിറാത്ത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് അത് അസ്സഹാബാണ്. അസ്സഹാബ് എന്ന് പറഞ്ഞാൽ മേഘമാണ്. മേഘത്തെ എന്തിനാണ് മുഅ്സിറാത്ത് എന്ന് പറയുന്നത്? മുഅ്സിറാത്ത് എന്ന് പറയുന്നത് പിഴുതെടുക്കുന്ന എന്നുള്ള അർത്ഥമാണ് അതിന് വരിക. അസീർ, അസറ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിഴുതെടുക്കുന്ന എന്നാണ് പറയുന്നത്. ഈ മേഘത്തിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്കും അത് അറിയുന്ന കാര്യമാണ്. ഈ മേഘം വലിയ ഘനമുള്ള കാര്യമാണ്. നമ്മൾ ഈ കാണുന്ന മേഘം എന്ന് പറയുന്നത് നിസ്സാര ഭാരമല്ല അതിനുള്ളത്, ടൺ കണക്കിന് ഭാരമുണ്ട്. അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹു തആല അയക്കുന്ന കാറ്റുകൾ അതിനെ തലോടുന്ന സമയത്ത് അത് അതിനെ പിഴിഞ്ഞുകൊണ്ട് മഴ വർഷിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് മഴ നമുക്ക് നൽകുന്നത്. ആ മഴ വർഷിക്കുന്നത് എങ്ങനെയാണ്? അതും മറ്റൊരു അനുഗ്രഹമാണ്. മാ അൻ സജ്ജാജ, സജ്ജാജനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ വർഷിക്കുന്നത്. സജ്ജാജ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, തുടരെ വരുന്ന കോരിച്ചൊരിഞ്ഞു വരുന്നതിനാണ് സജ്ജാജൻ എന്ന് പറയുന്നത്. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്നത് തുടരെ ഉണ്ടാകുന്നതാണ്, അതുപോലെ തന്നെ ചൊരിഞ്ഞിട്ടാണ് വരുന്നത്. ശരിക്കും ചിന്തിക്കണം, മഴ അത് ഒറ്റയടിക്കാണ് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വീഴുന്നത് എങ്കിൽ, കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് താഴെ മുഴുവൻ വെള്ളവും വീഴുകയാണ് എങ്കിൽ ഇവിടെ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കുകയില്ല. ഒറ്റയടിക്ക് വെള്ളപ്പൊക്കമായി അല്ലെങ്കിൽ ആ മഴയുടെ ഭാരത്താൽ മുഴുവൻ ആളുകളും ചത്തുപോകുന്നതായിരിക്കും. എന്നാൽ ഉറ്റി മാത്രം വരികയാണ് എങ്കിലോ വേണ്ട രൂപത്തിലൂടെ ഉപകാരം കിട്ടുകയില്ല. കാരണം ഒരു വെള്ളം അവിടെ താഴെ എത്തുമ്പോഴേക്കും അത് ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. ഓരോ ഇറ്റ് മാത്രമാണ് നമുക്ക് വരുന്നതെങ്കിൽ ചിന്തിച്ചു നോക്കൂ. ഈ നമുക്ക് കിട്ടേണ്ടതായ ടൺ കണക്കിന് വെള്ളം അത് രാവിലെ മുതൽ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ ഒരു ഇറ്റ് വന്നു, അടുത്ത സെക്കൻഡ് ഒരു ഇറ്റ് വന്നു, ഇങ്ങനെയാണ് മഴ ആയിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യന് ഇതൊരു ജലാശയമായി മാറുകയില്ല. മനുഷ്യന് കുടിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കോരിച്ചൊരിയുകയുമുണ്ട്. എന്നാൽ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഴ നൽകുന്നത്. അതെങ്ങാനും ഒരുമിച്ച് പെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഉപകാരം കിട്ടുകയില്ല. വളരെ പതുക്കെ ഒന്ന് കഴിഞ്ഞു പിന്നീട് അതേപോലെ ഒരു ഇറ്റായി വിടുകയാണ് എങ്കിൽ അവിടെയും മനുഷ്യന് ഉപകാരം കിട്ടുകയില്ല. കോരിച്ചൊരിയണം മഴ, എന്നാലാണ് ഉപകാരം കിട്ടുക. എന്നാൽ ഒറ്റയടിക്ക് അത് വീഴാനും പാടില്ല. അതാണ് മാ അൻ സജ്ജാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. വ അൻസൽനാ മിനൽ മുഅ്സിറാത്ത്, ഈ മേഘങ്ങളിൽ നിന്നും നാം നിങ്ങൾക്കാക്കി നൽകിയിരിക്കുന്നു മാ അൻ സജ്ജാജ, ഇങ്ങനെ കോരിച്ചൊരിയുന്ന തുടരെ വരുന്ന മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു വന്നിട്ടുണ്ട്. ഇനി ആ മഴ കൊണ്ട് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ അല്ലാഹു ഖുർആനിലുടനീളം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ മഴ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരണ്ടുണങ്ങിയിട്ടുള്ള ഭൂമിയെ, ജീവനില്ലാത്ത ഈ ഭൂമിയെ ജീവസുറ്റതാക്കുകയും അതിൽ നിന്നും സസ്യലതാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുകയും അതിവിടെയുള്ള കാലികൾക്കും മനുഷ്യർക്കും ഉപയോഗിക്കാൻ അല്ലാഹു തആല ഒരുക്കി നൽകുകയും ചെയ്യുന്നത്. മഴയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മഴയില്ലാതെ എത്ര വർഷം നമുക്ക് ജീവിക്കാൻ സാധിക്കും? 1-2 വർഷമൊക്കെ നമ്മൾ ജീവിക്കും. പിന്നീട് ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് പോകും. പിന്നീടും അങ്ങനെ നീണ്ടുപോയാൽ
മനുഷ്യനിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ആദ്യം കാലുകൾ ചത്തൊടങ്ങും, പിന്നെ വഴിയെ ഓരോ മനുഷ്യനും ചത്തൊടങ്ങും, മനുഷ്യൻ്റെ എല്ലാ രൂപത്തിലുള്ള റിസോഴ്സുകളും തീരും, അവനില്ലാതായി പോകും. കൃത്യമായി വർഷാവർഷം ഇന്ന മാസം മഴ ലഭിക്കുന്ന സമയത്ത് ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ കൃത്യമായി ഇവിടെ മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് ഇങ്ങനെ മഴ വരുന്നത്. ആ വരുന്നത് തന്നെ വളരെ കൃത്യമായി അവർക്ക് ഉപകാരമുണ്ടാക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് വരാൻ സാധിക്കുന്നത്? ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇനി എപ്പോഴെങ്കിലും റബ്ബിൻ്റെ പരീക്ഷണമായിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെള്ളപ്പൊക്കമുണ്ടായാൽ അപ്പോൾ ഈ പറയുന്ന എല്ലാവരും വരും. എന്തിന്? ആ റബ്ബിനെ ചീത്ത പറയാൻ. എന്താണ് എവിടെ പോയി നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് ചീത്ത പറയാം. അത് റബ്ബിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അവിടെ സഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകും. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ചിലത് അവിടെ ഇല്ലാതായി തീരണം, ചിലത് ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബിൻ്റെ ഹിക്മത്തുകളാണ്. അപ്പോൾ അവനത് ചിന്തിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. അപ്പോൾ റബ്ബിനെ നിഷേധിക്കാൻ മാത്രമായിട്ട് മഴയെ തെറി പറയുന്ന ആളുകളായിട്ട് വരും. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സമയത്ത് അവൻ റബ്ബിനെക്കുറിച്ച് ചിന്തയില്ല. മഴ എവിടുന്നോ ഉണ്ടായതുപോലെ, അവൻ എന്തോ കൊടുത്തിട്ട് പൈസ കൊടുത്തത് കൊണ്ട് വരുന്നത് പോലെ, അവന് കൃത്യമായി പണം അടച്ചത് കൊണ്ട് വരുന്നത് പോലെയൊക്കെയാണ് അഹങ്കാരമായി അവന് കിട്ടേണ്ട ഒരു ഹക്കായിട്ടാണ്, ഒരു റൈറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരാളുടെ ഒരു മിന്നത്തായിട്ട്, ഔദാര്യമായിട്ട് മനസ്സിലാക്കാൻ, നന്ദിയുള്ളവരാകാൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ അവൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഴ കൊണ്ടുണ്ടാകുന്ന നേട്ടം പറയുന്നു. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. അള്ളാഹു മഴ നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലിനുഖ്രിജ ബിഹി, അത് മുഖേന പുറത്തു കൊണ്ടുവരാനാണ്. ഹബ്ബൻ വനബാത. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യത്തിനാണ് ഹബ്ബ് എന്ന് പറയുക. ധാന്യങ്ങൾ, ഉണക്കി സൂക്ഷിക്കുന്ന ധാന്യങ്ങൾ, നമ്മുടെ ഗോതമ്പും അരിയും പയറും ഇതെല്ലാം ധാന്യങ്ങളാണ്. എന്നാൽ അതേപോലെ തന്നെ മനുഷ്യന് ആവശ്യമാണ് അതിനോടൊപ്പം നബാത്തുകൾ, ചെടികൾ ആവശ്യമാണ്. കാരണം ഈ ധാന്യങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാം വെജിറ്റേറിയൻ മാത്രമായിപ്പോൾ ഇവിടെ മനുഷ്യന് വേറെ മൃഗങ്ങൾ ഉണ്ടാവുകയില്ല. ഈ മൃഗങ്ങൾ ഇവിടെ ജീവിക്കണമെങ്കിൽ നബാത്ത് വേണം, ചെടികൾ വേണം, വൈക്കോലുകൾ വേണം, പുല്ല് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതും ഇവിടെ ഇറക്കുകയാണ്. വിത്തുകളും അതുപോലെ തന്നെ സഹോദരങ്ങളെ സസ്യങ്ങളും അള്ളാഹു തആല ധാന്യവും സസ്യവുമെല്ലാം ഈ മഴ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. മഴ കൊണ്ടുണ്ടാകുന്ന ഏതാനും ചില ഉപകാരം മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ വജന്നാത്തിൻ അൽഫാഫ, ഇടതിങ്ങിയ തോട്ടങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അല്ലെ, മനോഹരമായ തോട്ടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. ജന്ന എന്ന് പറഞ്ഞാൽ അത് ഒന്നിനു പുറമെ ഒന്നായി കൂടി ചേർന്നുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റാത്ത, മറയിടപ്പെടുന്ന എന്നാണ് ജന്നാത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അൽഫാഫൻ എന്ന് പറഞ്ഞാൽ അത് ഇടതിങ്ങിയ എന്നൊക്കെയാണ്, മരങ്ങൾ ഇടതിങ്ങിയ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ജന്നാത്തുൻ അൽഫാഫ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇങ്ങനെയുള്ള തോട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നു. സഹോദരങ്ങൾ, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? തുടക്കത്തിൽ ഈ പറയുന്ന നിഷേധികൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ മുഅ്മിനീങ്ങൾ, വിശ്വസിച്ച ആളുകൾക്ക് ഈമാൻ കൂടുന്നതിന് വേണ്ടിയിട്ടും അവർ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് ഇനി നിങ്ങൾ റബ്ബിനെ ധിക്കരിക്കുന്നവരാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ്. നമ്മളിതൊക്കെ ഓതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നവരാണ്. അതിന് കൃത്യമായി ശുക്ർ നമ്മൾ ചെയ്യുന്നുണ്ടോ? അതല്ല ഈ ദീൻ ആചരിക്കുന്നത് തന്നെ ഞാൻ റബ്ബിനോട് എന്തോ അങ്ങോട്ട് ചെയ്യുന്ന വലിയ ഔദാര്യമായിട്ടാണോ കാണുന്നത്? നീ 5 നേരം നിസ്കരിക്കുന്നത്, നിൻ്റെ ജോലിയൊക്കെ മാറ്റിവെച്ച് നീ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. വർഷത്തിലൊരു മാസം നോമ്പെടുക്കുന്നത് നീ വലിയൊരു ത്യാഗം ചെയ്യുകയാണ്, അങ്ങനെയാണോ നിനക്ക് തോന്നുന്നത്? അതല്ല, അള്ളാഹു തആല നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് കുറച്ചെങ്കിലും നന്ദി കാണിക്കാൻ പറ്റുന്നത് ഈ ഇബാദത്തുകളിൽ കൂടെയാണ് എന്ന് തിരിച്ചറിയാറുണ്ടോ? ആ ഇബാദത്തുകൾ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെയൊന്നും കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. ഇനിയും ഇസ്തിഗ്ഫാറുകൾ തേടുകയും അങ്ങനെ റബ്ബിലേക്ക് ആ വീഴ്ചകളെല്ലാം നികത്താൻ, പരിഹരിക്കാൻ ഞാൻ പരിശ്രമിക്കേണ്ടവനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകാറുണ്ടോ? സഹോദരങ്ങളെ, ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഏതാനും ചില നിഅമത്തുകൾ എണ്ണി പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായി നിഅമത്തുകൾ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. അള്ളാഹു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആകാശഭൂമികളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ സ്വശരീരങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ആകാശലോകത്തു നിന്ന് നൽകുന്ന ആകാശത്തിനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും മഴയെക്കുറിച്ചും ആ മഴ മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന സസ്യലതാദികളെക്കുറിച്ചും ധാന്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഇതെല്ലാം ഓരോന്ന് നമ്മൾ പരിശോധിച്ചാൽ മുഴുവൻ അനുഗ്രഹങ്ങളാണ്. മനുഷ്യനെക്കുറിച്ച് അവൻ ഓരോ അവയവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹങ്ങളാണ്. അങ്ങനെ ചുറ്റും അനുഗ്രഹങ്ങളല്ലാതെ അവന് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളത് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഞാൻ ആ സൂറത്തിലെ ആയത്തുകൾക്ക് അർത്ഥം മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. ആ അർത്ഥങ്ങൾ കേട്ട് മനസ്സിലാക്കി
അത് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മളൊരാഴ്ച കൊണ്ട് ഇൻഷാ അള്ളാ ഈ സൂറത്ത് ഹിഫ്ളില്ലാത്ത ആളുകളുണ്ട് എങ്കിൽ പരമാവധി ഹിഫ്ളാക്കാൻ ശ്രമിക്കണം. പരമാവധി വളരെ എളുപ്പമുള്ള ആയത്തുകളാണ്. ഇന്നതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അത് ഫോണിൽ വെച്ച് ആവർത്തിച്ച് ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ തെറ്റില്ലാതെ നമുക്ക് പാരായണം കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുക വഴി നമുക്ക് പെട്ടെന്ന് മനഃപ്പാടമാവുകയും ചെയ്യും. ഇങ്ങനെ മനഃപ്പാടമായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരങ്ങളിൽ മറ്റുമൊക്കെ ഓതാനുമൊക്കെ സഹോദരങ്ങളെ എളുപ്പമുണ്ടാകും. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറഞ്ഞ ആയത്തുകൾ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അമ്മ എന്തിനെക്കുറിച്ചാണ് യതസാഅലൂൻ പരസ്പരം ആ മുശ്രിക്കുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അനിൻ നബഇൽ അളീം. അതിൻ്റെ ഉത്തരം റബ്ബ് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ മഹത്തായ വൃത്താന്തത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ വൃത്താന്തം എന്താണ്? അത് ഖിയാമത്ത് നാളും ഹിസാബുമാണ്, പരലോകവും വിചാരണയുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലദീ ഹും ഫീഹി മുഖ്തലിഫുൻ. എന്നാൽ ആളുകൾ ആ കാര്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ്. വിശ്വസിച്ചവരും തള്ളിക്കളഞ്ഞവരും ശങ്കിച്ചു നിൽക്കുന്നവരുമൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എല്ലാവരും ഒരു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു കല്ലാ സയഅലമൂൻ. നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഈ തള്ളിക്കളഞ്ഞതും പരിഹസിച്ചതും പരസ്പരം പരിഹാസരൂപേണ ചോദിച്ചതും ചർച്ച ചെയ്തതുമൊക്കെ അള്ളാഹു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. സുമ്മ കല്ലാ സയഅലമൂൻ. മുഅ്മിനീങ്ങളായ ആളുകളോടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് നിങ്ങൾ വഴിയെ കാണുന്നതാണ്. എന്നിട്ട് അള്ളാഹു താല അവൻ്റെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. അലം നജ് അലിൽ അർള മിഹാദ. അലം നജ് അലിൽ അർള. ഭൂമിയെ നാം ആക്കിയില്ലേ മിഹാദൻ, ഒരു തൊട്ടിൽ പോലെ വാസയോഗ്യമായി ആക്കിയില്ലേ. വൽ ജിബാല ഔതാദ. പർവ്വതങ്ങളെ ആക്കിയില്ല, ആണികളാക്കി നിങ്ങൾക്ക് മാറ്റിയിട്ടില്ലേ. വഖലഖ്നാകും അസ്വാജ. നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളാക്കി സൃഷ്ടിച്ചില്ലേ. വജഅൽനാ നൗമക്കും സുബാത. നിങ്ങൾക്ക് ഉറങ്ങാനായി രാത്രിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങാനായി നിങ്ങൾക്ക് വിശ്രമം നൽകിയില്ലേ. വജഅൽന ലൈല ലിബാസ. രാത്രി അള്ളാഹു തആല അതിന് ഇരുട്ട് പ്രകാശമാക്കി നൽകിയില്ലേ. വജഅൽന നഹാറ മആശ. നിങ്ങൾക്ക് പകല് നിങ്ങൾക്ക് മഈശത്തിനുള്ള ഉപജീവനത്തിനുള്ള മാർഗമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയില്ലേ. വജഅൽന നഹാറ മആശ വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ. നിങ്ങൾക്ക് മുകളിൽ നോക്കൂ, 7 ശക്തമായ ബലവത്തായ ആകാശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധാനിച്ചിരിക്കുന്നു. വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ വജഅൽന സിറാജൻ വഹാജ. ആ ആകാശത്ത് കത്തിജ്വലിക്കുന്ന വഹാജായ അതുപോലെ പ്രകാശമുള്ള സിറാജായ സൂര്യനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഅൻസൽന മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. മുഅ്സിറാത്തിൽ നിന്നും മേഘങ്ങളിൽ നിന്നും കോരിച്ചൊരിയുന്ന തുടരെ വരുന്ന മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ലിനുഖ്രിജ ബിഹി. ആ മഴ മുഖേന പുറത്തു കൊണ്ടുവരാൻ ഹബ്ബൻ ധാന്യത്തെയും വനബാത്ത സസ്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വജന്നാത്തിൻ അൽഫാഫ. ഇടതൂർന്ന തോട്ടങ്ങളും അള്ളാഹു തആല അത് മുഖേന നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ആയത്തിൽ ഓരോ വാക്കുകളും അതിന് പ്രത്യേകമായി അർത്ഥം മനസ്സിലാക്കുകയും മൊത്തത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുകയും ഈ വിശദീകരണങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.